കുട്ടിക്ക് നല്ലൊരു പേരിട്ട് കൊടുക്കണം. ഒരു ബർക്കത്തുള്ള നല്ലൊരു അർത്ഥമുള്ള എവിടെയും കേൾക്കാത്തത്. ഞാൻ ഈമാനും അള്ളാഹു എന്നുള്ള ബോധമൊക്കെ ഉണ്ടാവണമെങ്കിൽ അത് യൂസുഫ് നബിയുടെ മാത്രം ക്വാളിറ്റി അല്ല. ആ വയസ്സെത്തുമ്പോഴേക്ക് ശരിക്കും ദീന പഠിപ്പിച്ചു കൊടുത്ത പ്രിയപ്പെട്ട പിതാവ് സയ്യിദുനാ യാഖൂബ് നബി അലൈഹിസ്സലാം അവരുടെ ക്വാളിറ്റിയാണ്. അല്ലാഹു തൗഫീഖ്. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. ربنا يسر ولا تعسر ربنا زدنا علما وحلما وفهما وعقلا وعتبا وإيمانا كاملا رب اكرمنا بالخير والسعادة رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സദസ്സ് സ്വീകരിക്കട്ടെ. ഇന്നത്തെ സദസ്സിൽ ഹജ്ജിലേക്ക് പ്രത്യേകം സംഭാവന നൽകിയവരുണ്ട്. അള്ളാഹുയുടെ മുറാദുകളൊക്കെ ഹാസ്വലാക്കി കൊടുക്കട്ടെ. അവരിൽ നിന്ന് നമ്മിൽ നിന്ന് മരിച്ചു പോയവർക്കും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ. ഒരുപാട് രക്ഷിതാക്കളുള്ള ഒരു നല്ല സദസ്സായതുകൊണ്ട് സൂചിപ്പിക്കുകയാണ്. ഒരു ബാബ ഉമ്മ എന്ന അർത്ഥത്തിൽ നമ്മുടെ മേൽ വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. കുല്ലുക്കും റാഇ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി. നമ്മളൊക്കെ ഉത്തരവാദിത്വമുള്ളവരാണ്. നമ്മുടെ ഉത്തരവാദിത്വത്തെ പറ്റി നമ്മൾ ചോദ്യം ചെയ്യപ്പെടുമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പാപ്പയും ഉമ്മയും ഒക്കെ ആകുമ്പോൾ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു ഉത്തരവാദിത്വം എന്താണ്? ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. നിങ്ങളെയും അതിനോട് അത്തുഫ് ചെയ്ത് അതേ പ്രാധാന്യം കൊടുത്ത് പറയാണ്, നിങ്ങളുടെ മക്കൾ ഭാര്യയാകുന്ന കുടുംബത്തെയും നിങ്ങൾ നരകത്തെ തൊട്ട് കാക്കണമെന്ന് പരിശുദ്ധമായ ഖുർആൻ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മക്കളുടെ മാറ്റത്തിലും മക്കളുടെ നന്നാകലിലുമൊക്കെ മാതാപിതാക്കളുടെ ഉത്തരവാദിത്വം വലിയ ഉത്തരവാദിത്വമാണ്. സയ്യിദുനാ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ 12-ാം വയസ്സിൽ പൊട്ടക്കിണറ്റിൽ കിടക്കാണ്. പൊട്ടക്കിണറ്റിൽ കിടക്കുമ്പോൾ ശരിക്കും 12 വയസ്സുള്ളൂ. പേടിച്ചരണ്ട് കരഞ്ഞ് മരിച്ചു പോകണം. പക്ഷേ ആ ഒറ്റക്കുള്ള പ്രതിസന്ധി ഘട്ടത്തിൽ പോലും വിളിച്ചത് അല്ലാഹുവിനെയാണ്. യാ ഷാഹിദൻ ഗൈറ ഗായിബ്, എന്നെ കാണുന്ന അല്ലാഹ്. യാ ഹാദിറൻ ഗൈറ മൗജൂദ് ഗൈറ ഗായിബ്, എന്റെ അടുക്കലുള്ള അല്ലാഹ്. അല്ലാഹനെ വിളിച്ചു അല്ലാഹുവിന്റെ സഹായം. 12-ാം വയസ്സിൽ ഈ കുട്ടി ഇത്രക്ക് ഈമാനും അല്ലാഹു എന്നുള്ള ബോധമൊക്കെ ഉണ്ടാവണമെങ്കിൽ അത് യൂസുഫ് നബിയുടെ മാത്രം ക്വാളിറ്റി അല്ല. ആ വയസ്സെത്തുമ്പോഴേക്ക് ശരിക്കും ദീന പഠിപ്പിച്ചു കൊടുത്ത പ്രിയപ്പെട്ട പിതാവ് സയ്യിദുനാ യാഖൂബ് നബി അലൈഹിസ്സലാം അവരുടെ ക്വാളിറ്റിയാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് മാതാപിതാക്കൾ എന്ന അർത്ഥത്തിൽ മക്കളുടെ മാറ്റവും മക്കൾ നന്നാവലും അതിപ്രധാനമാണ്. പലപ്പോഴും സ്വർഗത്തിലേക്ക് വേണ്ടി അവര് ചെയ്ത പല മാതാപിതാക്കളും നരകത്തിലെത്തുന്നത് മക്കൾ കാരണമായിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന് 1-ാം നമ്പർ വേണ്ടത് എന്താണെന്നറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ, അയ്യഹ്സിന ഇസ്മഹു, കുട്ടിക്ക് നല്ലൊരു പേരിട്ട് കൊടുക്കണം. ഒരു ബർക്കത്തുള്ള നല്ലൊരു അർത്ഥമുള്ള എവിടെയും കേൾക്കാത്തത് ഞാൻ ഒഴിഞ്ഞിട്ടാവില്ലെന്ന് പറഞ്ഞിട്ടില്ല. എവിടെയും ഇല്ലാത്തൊരു പേരുണ്ടാവണം. അതിനിപ്പോ നമുക്ക് ഏറ്റവും പേരിന്റെ ഷർത്ത് എന്താ? ആ പരിസരത്തൊന്നും കേൾക്കാത്തൊരു പേരായിരിക്കും. അങ്ങനെ ഇല്ല. പിന്നെയോ ഒരു ബർക്കത്തുള്ള പുണ്യമുള്ള നല്ലൊരു പേര് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അത് മാതാപിതാക്കളുടെ ഡ്യൂട്ടിയാണ്. ആ പേരിൽ ചിലപ്പോൾ ഓരോ മനുഷ്യൻ എല്ലാവർക്കും അവരുടെ പേരിൽ പോലും ഒരു വിഹിതം, ഒരു ബർക്കത്തുണ്ട് എന്നാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അപ്പൊ മാതാപിതാക്കൾ കുറച്ച് കണിശമായിട്ട് പോയിന്റ് എടുക്കണം. അപ്പൊ നമ്മളിങ്ങനെ പുതിയ പുതിയ പേരുകളൊക്കെ വരുമ്പോ പലപ്പോഴും നമ്മളത് ഇസ്ലാമികമാണോ പുണ്യമാണോ എന്നൊന്നും ചിന്തിക്കുന്നില്ല. ഒരു സെറ്റ് വേണം, പിന്നെ ഇവിടെ കേൾക്കാത്തതാവണം. ഒരു സൂന്നായി കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. തെറ്റാണ്. രക്ഷിതാക്കൾ മക്കളോട് ചെയ്യുന്ന നന്ദിയോടും ക്രൂരതയുമാണത്. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ.
പോയിന്റ് നമ്പർ 1 അതാണ്. രണ്ടാമത്തത് ഖുർആൻ. എത്ര റിസ്ക് എടുത്തിട്ടാണെങ്കിലും ശരി, നമ്മൾ മദ്രസകൾ പറഞ്ഞാൽ മാത്രം പോരാ, ബാപ്പയും ഉമ്മയിൽ നിന്നും മക്കൾ കുറച്ചെങ്കിലും ഖുർആൻ പഠിക്കണം. ഉമ്മ ഓതി കൊടുത്തിട്ടോ വാപ്പ ഓതി കൊടുത്തിട്ടോ, അതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞതാണ്. ഒരു ഫാത്തിഹയും ഒരു വദ്ദുഹാന്റെ അടിയിലുള്ള സൂറത്തിൽ കുറച്ചെങ്കിലും ബാപ്പയും ഉമ്മയും കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കണം. അത് ഉത്തരവാദിത്തമാണ്. എന്നാലാണ് ആ തർബിയത്ത് സക്സസ് ആവുള്ളൂ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മൂന്നാമത്തത്, പാപ്പയെയും കുട്ടിയെയും കണ്ട് വളരുന്ന കുട്ടിയുടെ ഉള്ളിൽ പ്രവേശിക്കണം. വൽ ആഖിറതു ഖൈറു വ അബ്ഖാ. അപ്പാനിമാനി സംസാരം, ഇടപെടൽ, നമസ്കാരം, ഓത്ത്, പാട്ട്, കച്ചവടത്തിലുള്ള സൂക്ഷ്മത, ഔറത്ത് മറച്ചുള്ള ജീവിതം, ഇതൊക്കെ കാണുമ്പോൾ കുട്ടിക്ക് മനസ്സിലാവണം. വാപ്പാനിമാനി ജീവിതത്തിൽ നിന്ന് മനസ്സിലാവണം, പഠിച്ചോ ഈ കാണുന്ന ദുനിയാവല്ല ലോകം, വേറൊരു ലോകം വരാനുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതാണ് മാതാപിതാക്കൾ സഗൗരവത്തോട് ആലോചിക്കണം. നമ്മുടെ ജീവിതത്തിന് 100 മാർക്ക് ഉണ്ടെങ്കിലേ നമ്മുടെ മക്കൾക്ക് ഒരു 50 മാർക്കെങ്കിലും ഉണ്ടാവുള്ളൂ. നമ്മുടെ ഫോണ് 100% പ്യുവറാണെങ്കിലേ നമ്മുടെ മക്കളുടെ ഫോണ് ഒരു 80% പ്യുവറാവുകയുള്ളൂ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുപോലെ മാതാപിതാക്കൾ എപ്പോഴും ശ്രദ്ധിക്കണം. നമ്മുടെ കുട്ടികൾ സ്കൂൾ തുറക്കെ പഠിച്ചോട്ടെ, പക്ഷെ നമ്മുടെ സംസാരത്തിലും നമ്മുടെ ഇടപെടലുകളിലും ഒക്കെ മദ്രസയത്തത് അത്രയൊക്കെ മതി, സ്കൂളിൽ നല്ല പെർഫെക്റ്റ് ആയിക്കോട്ടെ എന്നൊരിക്കലും വന്നു പോകാൻ പാടില്ല. സൂക്ഷിക്കണം. അങ്ങനെയൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. നമ്മൾ മാത്രം രക്ഷപ്പെട്ടാൽ പോലെ നമ്മുടെ രക്ഷ പൂർണ്ണമാവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മക്കൾ കൂടെ നന്നാകണം. അല്ലാഹു ഭാഗ്യം നൽകട്ടെ. അതിനോട് ചേർന്ന് വരാൻ ഇപ്പൊ കാണും 1 വയസ്സ് 2 വയസ്സൊക്കെ ആയി കുട്ടികളുടെ മുടി നോക്കുമ്പോൾ ജൂതന്മാരുടെ മുടിയുടെ മോഡൽ. 1 വയസ്സായിട്ടുള്ളൂ, 2 വയസ്സായിട്ടുള്ളൂ, ഒരു ഭാഗം ഇങ്ങനെ കാർന്നെടുത്തിട്ടുണ്ടാവും. അത് ചിലപ്പോൾ മദ്രസയിൽ 1-ലോ 2-ലോ പഠിക്കുന്ന കുട്ടികളെ അങ്ങനെ കാണുന്നു. ആദ്യം പോലെ ഇങ്ങനെ വെട്ടിയപ്പോ അത് ഉമ്മ ആളും പറഞ്ഞു വെച്ചിട്ട് അങ്ങനെ വെട്ടാൻ പറഞ്ഞതാണ്. ഇപ്പാനൊപ്പം പോയതാണ്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. നമ്മൾ വിചാരിച്ചു അതിനിപ്പോ എന്താ കുഴപ്പം? അതിന് ഒരുപാട് കുഴപ്പമുണ്ട്. ആരെങ്കിലും ഒരു ഖൗമിനോട് സാദൃശ്യമായാൽ അവരിൽ പെട്ടവരാണെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. സത്യത്തിൽ ഇസ്ലാമികമായിട്ട് കുറച്ച് മുടി വെച്ച് പിന്നെ കുറച്ച് വെട്ടിക്കളയുന്ന ശൈലി തുടങ്ങിയത് അതിന്റെ പിതാവ് അബൂജഹലാണെന്ന് കാണാം. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ആ മാതാപിതാക്കൾ ഒന്നുകൂടെ ഗൗരവത്തോടെ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ജീവിതം കാണുന്ന മക്കൾക്കൊക്കെ തോന്നണം, ദുനിയാവൊന്നുമല്ല ലോകം, ആഖിറമാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു ഭാഗ്യം നൽകട്ടെ. കാരണം നമ്മുടെ മക്കൾ ജീവിക്കുന്നത് അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ്. റസൂലുള്ളാഹി വെറുതെ പറയാണ്, ഇതിങ്ങനെ മക്കൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ മാതാപിതാക്കളിൽ നിന്ന് അല്ലാഹുവും റസൂലിനെയും മക്കൾ തിരിച്ചറിയണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു കബൂലാക്കട്ടെ. നമ്മൾ ദുആ ചെയ്യാണ്. ഉമ്മമാരെക്കൊണ്ടതുകൊണ്ട് പറഞ്ഞതാണ്, വിഷമിപ്പിക്കാനോ കുറ്റപ്പെടുത്താനോ ഇല്ല. പക്ഷെ ഞാനും നിങ്ങളും ഒക്കെ അടക്കമുള്ള രക്ഷിതാക്കൾ ഇനിയും ഒരുപാട് മാറണം. നമ്മൾ പറയും എത്ര കുട്ടികളൊക്കെ ഇങ്ങനെയാണല്ലോ, ചെറുപ്പക്കാരൊക്കെ ഇങ്ങനെയാണല്ലോ. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മൾ പ്രായം ചെന്ന ഒരവസ്ഥ എന്താ? നമ്മൾ പ്രായം ചെന്ന ഫോൺ ഉപയോഗത്തിന്റെ അവസ്ഥ എന്താ? നമ്മുടെ സംസാരത്തിന്റെ അവസ്ഥ എന്താ? നമ്മുടെ ഇടപാടുകളുടെ ശുദ്ധി എത്രയാണ്? ചെറുപ്പക്കാർക്ക് മാത്രമല്ല പ്രശ്നം വന്നിട്ടുള്ളത്, അവർ നോക്കുന്ന മാതാപിതാക്കൾക്ക് ക്വാളിറ്റി ഞാൻ അടക്കമുള്ളവർക്ക് നഷ്ടപ്പെട്ടു പോയി. അതാണ് നമ്മുടെ സൊസൈറ്റി കേടുവരുന്നത്. അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. അല്ലാഹു നമ്മളെ നല്ല മാതാപിതാക്കളാക്കി തരട്ടെ. നമ്മുടെ മക്കൾ മൂലം 2 ലോകത്തും അല്ലാഹു കണ്ണിന് കുളിർമ നൽകട്ടെ. എല്ലാ പ്രാവശ്യവും ചെയ്യുന്നത് പോലെ അൽഹംദുലില്ലാഹ് നമ്മുടെ സഹോദരിമാർ നമ്മുടെ മജ്‌ലിസുൻ നൂറിലേക്ക് 11,000-ലധികം നാരിയത്ത് സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട്. അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ.